ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ പൊന്നൂസിൻ്റെ പനിയൊക്കെ മാറി ഇപ്പം എനിക്ക് പനിയോട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് കണ്ടുകൊണ്ട് ഏട്ടനൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൂട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്കും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പനീനേക്കാളും എഫക്റ്റ് ചെയ്തത് തൊണ്ടവേദനയാണ്. അപ്പോൾ ഒന്നും ഞാൻ കഴിക്കാത്തത് കണ്ടോണ്ടാണ് ഏട്ടൻ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോയത്. അപ്പോൾ അവിടെ എത്തിയപാട് എനിക്ക് കണ്ണ് പിടിച്ചത് ഉഴുന്നുവടയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഇത് ഏട്ടൻ ചായയും കടിയും വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്യലാണ്. അപ്പം എനിക്ക് ഹോർലിക്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനു, ചായ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ഇത് ഏട്ടൻ കടിയെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉഴുന്നുവടയാണ്. ഇവിടുത്തെ ഉഴുന്നുവട ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം ഇവിടെ തന്നെ വന്നിട്ടാണ് വാങ്ങല്. രാവിലെ ഉച്ചക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് നല്ല വിശപ്പുണ്ടേനു കേട്ടോ. വിശപ്പുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാനാവുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഏട്ടന് ചെറുതായിട്ട് ചിരിയെല്ലാം വരുന്നുണ്ടേനു കേട്ടോ. ഞാൻ ഹോർലിക്സ് വാങ്ങിയോണ്ട് തന്നെ പൊന്നു ഹോർലിക്സ് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രാ ഒരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടേനു. അതിൽ കുറച്ച് ഒഴിച്ചിട്ട് തണിച്ചിട്ടാണ് ഓള് ഇപ്പോൾ കുടിക്കുന്നത്. അങ്ങനെ എൻ്റെ വിശപ്പ് കൊണ്ടും ഉഴുന്നുവടേൻ്റെ ടേസ്റ്റ് കൊണ്ടും ഞാൻ ഒരു ഉഴുന്നുവടയും കൂടി വേണമെന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഏട്ടൻ അമ്മക്കും കൂടി വാങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ ഇത് കണ്ട ഓയിലാന്ന് സഹിക്കാൻ പറ്റാത്തത്, നല്ല പോലെ ഓയിലുണ്ട്. ഞാൻ അതെല്ലാം ടിഷ്യൂവിൽ തുടച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഉഴുന്നുവടയെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഹോർലിക്സ് കുടിക്കുന്നത്. അപ്പം എനിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര കടിയായാലും ഞാൻ ആ കടിയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ എന്തും കുടിക്കുള്ളൂ. അത് ചായ ആയിക്കോട്ടെ കാപ്പി ആയിക്കോട്ടെ, എന്തായാലും ഞാൻ അങ്ങനെ കുടിക്കുള്ളൂ. അങ്ങനെ ഇതാ അതും കൂടി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊന്നു ഏട്ടനോട് അവിടെ ഇവിടെ പോന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഓളെ സമാധാനിപ്പിക്കുന്നുണ്ടേനു കേട്ടോ. അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി നോക്കലാന്ന് കേട്ടോ. അപ്പോൾ ഏട്ടൻ അമ്മമ്മക്ക് വേണ്ടിയിട്ടും കടി വാങ്ങിയിട്ടുണ്ടേനു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കടി ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ വീട്ടിലേക്ക് അതിന് പോകുന്നത്. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല തലവേദനയും നല്ല തൊണ്ടവേദനയും ഉണ്ടായിരുന്നു. അതേ കോലത്തിൽ തന്നെ പോയത് വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചെറിയ രീതിയിൽ വിശപ്പെല്ലാം മാറ്റിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ എന്നോട് ഗ്ലാസ് കയറ്റിയിട്ട് ഡോർ അടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുന്നതുകൊണ്ടാണ് കേട്ടോ ഏട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരി വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.